ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നേരെ വെളുത്തു. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. ഇതെന്റെ ബെഡ്റൂമാന്ന് മനസ്സിലായി ഉണ്ടാവുമല്ലോ. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ എൻ്റെ കൊതുവലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരെ കൊതുക് അടിച്ചിട്ട് പിന്നെ അവരെ എണിച്ചിട്ട് പിന്നെ കരച്ചിലും ബഹളാവും. അത് കാരണം കൊതുവലൊക്കെ കെട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ എണിച്ചു. എന്നിട്ട് പിന്നെ അടുക്കളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിള്ളേര് ഇതേ അവിടെ എഴുതാനും കുത്താനും വരയ്ക്കാനും ഒക്കെ ആയിട്ട് അവര് അവിടെ ഇരിക്കുന്നുണ്ട്. കൊൽച്ചുപണി ഇത് എവിടെ കിടക്കണു കേട്ടോ. കൊൽച്ചുപണിനെ കാണിച്ചാൽ അയ്യോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഡാ. അതുപോലെ തന്നെ കമന്റ് ചെയ്യാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. അപ്പൊ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. ഇനി ആരും എന്നെ കുറ്റം പറയണ്ട. മീൻ കൂട്ടാൻ വെക്കാൻ പോവാണ് കുട്ടികളെ. മീൻ കൂട്ടാൻ വെക്കാൻ പോവാണ്. മീൻ നന്നായിട്ട് കഴുകി വെടുപ്പാക്കി വെച്ചു. അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് ഇങ്ങനെ മസാലകളൊക്കെ മീനിക്ക് പിടിപ്പിക്കുകയാണ് ഞാൻ. കണ്ടില്ലേ എന്താ മീൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടാ. മീനിന്റെ പേരൊന്നും എനിക്കറിയില്ല. കൊണ്ടുവന്നു വെച്ചു വിളമ്പി കൊടുക്കും. ചിലപ്പോൾ തിന്നും. അതന്നെ വറുത്താൽ എന്തായാലും ഞാൻ തിന്നും. വെച്ചാൽ ഞാൻ കഴിക്കല് കുറവാണ്. വറുത്ത് കഴിഞ്ഞാൽ ചോറുന്നു. അപ്പം എന്തായാലും ഞാൻ വറക്കണുണ്ട്. ഇന്ന് നല്ല മീനായിട്ട് തോന്നുന്നുണ്ട്. നല്ല അലുവ കഷ്ണം പോലത്തെ മീൻ എടേ. അപ്പം ഇതിന് കുറച്ചെടുത്തിട്ട് ഈ പാത്രത്തേക്ക് ഞാൻ മാറ്റി വയ്ക്കും. എനിക്കിപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാത്രം ഇവിടെ കഴിക്കലുള്ളൂ. ഞാനും പിള്ളേരൊക്കെ വറുത്തിട്ട് കഴിക്കുക. ഇത് അപ്പാപ്പന് മീൻ കൂട്ടാൻ വയ്ക്കാൻ. അപ്പം മീൻ കൂട്ടാൻ തിളയ്ക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. വേഗം പോയിട്ട് ചെക്കന്മാരുടെ യൂണിഫോം തേക്കിട്ടേട്ടാ. ആരടാ ഈ പുതപ്പിനകത്ത് നിൽക്കണത്? ഇത് നമ്മുടെ അപ്പൂസാണ്. ഞാൻ ഇപ്പോഴും ആവി പിടിക്കൽ നിർത്തിയിട്ടില്ല. പിള്ളേരെ കൊണ്ട് എന്നും ഞാൻ ആവി പിടിപ്പിക്കുന്നുണ്ട്. എന്നും രാവിലെ പല്ല് തേക്കുക, അതുപോലെ തന്നെ കുളിക്കുക, പിന്നെ ആവി പിടിക്കുക. ഇതാണ് അവരുടെ ടൈം ടേബിളായിട്ട് വരുന്നത്. ഞാൻ മീൻ വറുക്കാന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ ഇന്നലെ ഞാൻ മുളക് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പം അത് ഞാൻ വറുത്തു. ഇപ്പോഴും ഞാൻ രാവിലെ വാരി കൊടുക്കുകയാണ് ചെയ്യാറ് ബ്രേക്ക്ഫാസ്റ്റ്. അതെന്ത് തന്നെ ആയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലഹാരം ഉണ്ടാക്കൽ കുറവാണ്. ചോറ് തന്നെയായിരിക്കും മിക്കപ്പോഴും ഞാൻ വാരി കൊടുക്കുക. അപ്പോൾ ചോറും തൈരും പിന്നെ ഈ ചിക്കൻ വറുത്തതും കൂട്ടിയിട്ടാണ് അവർ കഴിക്കുന്നത് കേട്ടോ. മീൻ കൂട്ടം അവരിങ്ങനെ കഴിക്കില്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞാൻ വെച്ച് കൊടുക്കും. എല്ലാ കറികളും കഴിച്ച് പഠിക്കണമെന്ന് വേണ്ട വെച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ചിക്കൻ വറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുശാലായില്ലോ. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ചോളും. അപ്പം 3 ആളുടെയും സ്കൂളിലേക്ക് പോകാനുള്ള യാത്രയാവില്ല, കുളിക്കല്, അതൊക്കെ പടപടാന്ന് വേഗം ചെയ്തു. ടൈം ടേബിൾ പിന്നെ വൈകുന്നേരം തന്നെ അവർ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ അതിൻ്റെ പേര് പറഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ ടൈം ടേബിൾ എടുത്തേക്കില്ല, ചോറ്റുപാത്രം എടുത്തേക്കില്ല, വെള്ളം കുപ്പി എടുത്തേക്കില്ല, അതൊന്നും പറയേണ്ട ഒരു ഇത് വരാറില്ല. വൈകുന്നേരം തന്നെ അങ്ങനെ ടൈം ടേബിൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറ് കൊടുത്തിട്ട് പോവാം. ഇത് കണ്ട ഇതുമായിട്ട് ഈ കൈമൊക്കെ ഇങ്ങനെ ഒരു വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ പ്ലെയിൻ ആട്ടെ. അവിടെ ചെറിയൊരു മ്യൂസിയം കൊടുത്ത് അവിടെ ഡ്രസ് എങ്ങനെ നോക്കട്ടെ. സൂപ്പർ. അമ്മേരി മോഡി ഡ്രസ് ഇഷ്ടമായി. നിങ്ങൾക്ക് കമന്റ് ചെയ്തോളാം കേട്ടാ. ഇത് നല്ല സേഫ് ആയിട്ടുള്ള ഡ്രസ്സാ. അതിന്റെ കഴുത്തൊക്കെ കണ്ടു കിട്ടണം. ഇങ്ങനെ ഒരു മടക്കൊക്കെ ഉള്ള നല്ല ഭംഗിയൊക്കെ ഇതല്ല. ഏതാണ്ട് പർദ്ദയുമായിട്ട് സാമ്യത തോന്നുന്നു. ഞാൻ സ്ഥിരമാക്കാൻ പോകും. കാരണം വയ്യത് കാളില്ല ഈ ഡ്രസ് ഇടുമ്പോ. അപ്പൊ ഈ ഡ്രസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളാം കേട്ടാ. ആമിക്കുട്ടി അംഗനവാടി പോവാൻ റെഡി ആയിട്ട് നിൽക്കാം. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഒറിജിനൽ കളറ്. നേരത്തെ നമ്മൾ അകത്ത് വെച്ചെടുത്തപ്പോൾ ഒത്തിരി കൂടി ഡാർക്കായിട്ട് തോന്നിയില്ല. ഇതൊരു മുന്തിരി കളറ് പോലത്തെയാണ്. ഞാനിതേ ആമീനെ അംഗനവാടിയിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവിടെ ഒരു വഴിയിൽ നിൽക്കുകയാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യമായിരുന്നു. പിന്നെ കോഴിക്ക് മുട്ടത്തീറ്റ വാങ്ങിക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി വാങ്ങിച്ചു. നമ്മളപ്പോൾ ബാങ്കിലേക്ക് വന്നതാട്ടാ. ആമീനെ കൊണ്ടുവന്നാക്കി ബാങ്കിയെ വന്നു. പിന്നെ കോഴിക്ക് തീറ്റ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ കോഴിക്ക് തീറ്റ വാങ്ങിച്ചു. ഇന്ന് നേരെ വായനശാലയിൽ ബുക്ക് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെക്കണം. ബാക്കി കുറച്ച് ബുക്ക് എടുക്കണം. പിള്ളേരൊക്കെ ദേ വന്നു. സ്കൂൾ വിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് തണ്ണിമത്തൻ ചെത്തി കൊടുക്കണ ഡ്യൂട്ടിയാണ് കേട്ടോ. നല്ല വൈകുന്നേരം അപ്പാപ്പൻ വന്നപ്പം തണ്ണിമത്തൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കാണെങ്കിൽ തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അത് നല്ലതാന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ ഈ തണ്ണിമത്തൻ കുഞ്ഞേ കഷ്ണങ്ങളാക്കിയിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, ഭയങ്കര ഇഷ്ടമാണ് അത്. ഈ ഒരു സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മിക്കപ്പോഴും ഇനി തണ്ണിമത്തൻ തന്നെ ആയിരിക്കും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തണ്ണിമത്തൻ്റെയും മാങ്ങയുടെയും കാലാന്നാണ് എനിക്ക് തോന്നണത്. ഇനിയിപ്പോൾ ഓറഞ്ചൊക്കെ പതിയെ അവസാനിക്കുകയാണ്. ഇനി ഓരോ സീസണിലും ഓരോന്നാണല്ലോ. അപ്പോൾ ഇനി തുടങ്ങിയിട്ടുണ്ട് തണ്ണിമത്തൻ്റെ ഇത്. പിള്ളേർക്ക് ഇത് കൊടുക്കണതിൻ്റെ ഒപ്പം അരിഞ്ഞ് ഇങ്ങനെ വെക്കണതിൻ്റെ ഒപ്പം 1-2 കഷ്ണം ഞാനും എടുത്ത് ടേസ്റ്റ് ചെയ്യൂട്ടോ. എന്നിട്ട് വേണം എനിക്ക് ട്യൂഷൻ്റെ പിള്ളേർ വരുമ്പോൾ അവരെ ഇരുത്തി പഠിപ്പിക്കാനായിട്ട്. കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല പണിയായിരുന്നു, ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ എന്താ സുഖം, നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇന്നത്തെ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു. വൃത്തികെട്ട ദിവസം പറഞ്ഞാൽ ഇന്ന് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കായിരുന്നു. ഇപ്പോൾ 7 മണി 7:30 ആയിട്ടുണ്ട്. പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അപ്പൂനും കുട്ടീനും സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോയി. അത് കഴിഞ്ഞ് ആമിനെ കൊണ്ടുവന്നാക്കാൻ പോയി. അത് കഴിഞ്ഞ് എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു. അപ്പോൾ ബാങ്കിൽ പോയി, കോഴിക്ക് തീറ്റ വാങ്ങിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ വെക്കാണ്ടായിരുന്നു. അപ്പോൾ ലൈബ്രറിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ കൗൺസിലർ എന്നെ ഫോൺ വിളിച്ചു. കൗൺസിലർ ഫോൺ വിളിച്ചപ്പം ഞാൻ കോഴിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിന് റേഷൻ കാർഡിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുക്കാനായിട്ട് വീണ്ടും വീട്ടിൽ വന്ന് റേഷൻ കാർഡിൻ്റെ കോപ്പി എടുക്കാൻ പോയപ്പോൾ അവിടെ പ്രിൻ്റ് എടുക്കില്ലായിരുന്നു. വീണ്ടും വേറൊരു സ്ഥലം അന്വേഷിച്ച് പോയി. എന്നിട്ട് അവിടെ നിന്ന് പോയി കോപ്പി എടുത്ത് വീട്ടിൽ വന്നപ്പോൾ പറയുന്നു അംഗനവാടിയിൽ കൊണ്ടു വയ്ക്കണം ഈ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും അംഗനവാടിയിൽ പോയി പ്രിൻ്റ് അവിടെ വെച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 1 മിനിറ്റാ എന്തടി ഓ അപ്പോൾ ആമിക്കുട്ടി അതിൻ്റെ ഇടയിൽ നിന്ന് ഓടിയിട്ടു. അത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞേ റേഷൻ കാർഡിൻ്റെ കോപ്പി എടുത്തിട്ട് ഞാൻ അംഗനവാടിയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അംഗനവാടിയെ കൊണ്ടുവന്ന് കൊടുത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഞാൻ ആമിയുടെ ഇഞ്ചക്ഷൻ കാർഡ് നോക്കിയപ്പോഴാണ് ഇന്നാണ് അവൾക്ക് ഇഞ്ചക്ഷൻ. വീണ്ടും പോയി അംഗനവാടിയിൽ പോയി ആമിനെ കൊണ്ടുവരണ്ടേ. അപ്പോൾ അംഗനവാടിയെ പോയി അവളെ കൊണ്ടുവന്ന് പിന്നെ ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് ഇല്ല ഈ വൈറ്റമിൻ എ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ പറയണു അടുത്ത ആഴ്ച വന്നാൽ മതി. കിടക്കണു വീണ്ടും. ഒന്നും പറയണ്ട. പിന്നെ ഞാൻ ടീച്ചർ നേരെ അംഗനവാടിക്ക് പോകുകയാണ്. ടീച്ചർ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നത് വയ്യാണ്ടായി. രാവിലെ നടക്കണ്ട, 9 മണിക്ക് നേരം നടക്കണ്ട. ഇപ്പം മണി 12:30 ആയിട്ടുണ്ട്. ഇനി വീണ്ടും ആമീനെ കൊണ്ടുവരാനായിട്ട് വരണ്ടേ. അപ്പം ഞാൻ തിരിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഉണ്ണീനെയും കൊണ്ട് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോകും. ഇത്രയും മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. രാവിലെ 9 മണിക്ക് ഇറക്കാണ്. നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് ശീലിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഓടി വയ്യാണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വൃത്തികെട്ട ദിവസം എന്ന് പറഞ്ഞത്. അപ്പോൾ അതെ ഇന്നിപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ അതിവിടെ അവസാനിക്കും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇരുട്ടായി കൂരി ഇരുട്ടായി ഉടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.